ഹായ് ഓൾ. അപ്പോ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഫസ്റ്റ് സെഷൻ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിനകത്തേക്ക് ഡയറക്റ്റ്ലി പോയേക്കാം. മിസ്റ്റർ എസ് ട്രയൽ ബാലൻസ് ആസ് ഓൺ 31 മാർച്ച് 2025 ഡിഡ് നോട്ട് എഗ്രി. അപ്പൊ റെക്ടിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി മനസ്സിലായി എന്താണ്. ആൻഡ് ഹി റോട്ട് ഓഫ് ദി ഡിഫറൻസ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദാറ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ ഹി എൻഗേജ് ദ സർവീസസ് ഓഫ് ആൻ അക്കൗണ്ടന്റ് ഹു ആഫ്റ്റർ എ ക്ലോസ് സ്ക്രൂട്ടിനി ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഫോർ ദി പ്രീവിയസ് ഇയർ ഒബ്സർവ്ഡ് ദി ഫോളോയിങ് എറേഴ്സ്. അപ്പൊ നമുക്ക് മനസ്സിലായി റെക്ടിഫിക്കേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ട്. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഉണ്ട്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, പിന്നെ എന്താണ് ആഫ്റ്റർ ദി നെക്സ്റ്റ് ഇയർ നടത്തുന്ന റെക്ടിഫിക്കേഷൻ ഉണ്ട്. ഇതിനകത്ത് ഏതാണ് നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ആയിട്ട് വരുന്നത്? തേർഡ് വൺ അല്ലേ. അതായത് അടുത്ത വർഷം നമ്മൾ റെക്ടിഫിക്കേഷൻ നടത്തുമ്പോൾ, അപ്പൊ അടുത്ത വർഷം റെക്ടിഫിക്കേഷൻ നടത്തുമ്പോൾ ഉള്ള മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണ്? നമുക്ക് നോമിനൽ അക്കൗണ്ടുകളെല്ലാം ക്ലോസ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കും. ശരിയല്ലേ? നോമിനൽ അക്കൗണ്ട്സിനൊന്നും ബാലൻസ് ഉണ്ടായിരിക്കുന്നതല്ല. നോമിനൽ അക്കൗണ്ട്സിനെ നമ്മൾ റെഫർ ചെയ്യാനായിട്ട് പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കും നമ്മൾ നോമിനൽ അക്കൗണ്ട്സുകളെ റെപ്രസെന്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡയറക്ട്ലി പ്രോബ്ലം സോൾവിങ്ങിനകത്തേക്ക് പോയാലോ? അപ്പൊ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കിക്കോ. ഗുഡ്സ് വെർത്ത് ₹5,000 വേർ ഡിസ്പാച്ച്ഡ് ടു എ കസ്റ്റമർ ബിഫോർ ദി ക്ലോസ് ഓഫ് ദി ഇയർ ബട്ട് നോ ഇൻവോയ്സ് വാസ് മെയ്ഡ് ഔട്ട്. ടെക്സ്റ്റിലെ ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു സെയിൽ നടന്ന് എന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ശരിയല്ലേ? അപ്പൊ ആക്ച്വലി ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ശരിയല്ലേ? കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ് നോർമലി വരേണ്ട എന്ത് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. കസ്റ്റമർ ടു സെയിൽസ് ആണ് വരേണ്ടത്. പക്ഷെ ആക്ച്വലി സെയിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ശരിയല്ലേ? നോമിനൽ അക്കൗണ്ടുകളെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഏത് അക്കൗണ്ട് ഉപയോഗിക്കും? പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടുകൾ ഉപയോഗിക്കും. അപ്പൊ ആദ്യത്തെ എന്താണ് റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെ വരും പിള്ളേരെ? നമുക്ക് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് വരും. പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്? 5,000 രൂപ വെച്ച്. ഓക്കെ, 5,000 രൂപ വെച്ചിട്ട് വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ടാമത്തെ നോക്കിയാലോ? ഒന്നാമത്തെ നമ്മൾ ക്ലിയർ ചെയ്തു. രണ്ടാമത്തെ നോക്കിക്കോ. റുപ്പീസ് എത്രയാണ്? 3,000 ഡ്യൂ ടു മിസ്റ്റർ എക്സ്. നമ്മൾ കൊടുക്കാനുണ്ടായിരുന്ന ഒരു ക്രെഡിറ്റർ ആയിരുന്നു. വാസ് ഒമിറ്റഡ് ടു ബി ടേക്കൺ ടു ദി ട്രയൽ ബാലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറിയാം ഓൾറെഡി ഒരു ക്രെഡിറ്റർക്ക് എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ട്രയൽ ബാലൻസിൽ. നമ്മൾ ഒരു ട്രയൽ ബാലൻസ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്രെഡിറ്റർക്ക് ഏതായിരിക്കും? അതാ ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നോർമലി പറയുന്ന എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ക്രെഡിറ്റിലാണ് ബാലൻസ് എഴുതേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ അവിടെ എത്ര രൂപ എഴുതിയില്ല? 3,000 രൂപ എഴുതിയില്ല. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ഒരു 3,000 രൂപ കുറവുണ്ടല്ലോ. അവിടെ താൽക്കാലികമായി അഡ്ജസ്റ്റ് ആയി പോകാൻ എന്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും? സസ്പെൻസ് അക്കൗണ്ട് ഒരു 3,000 രൂപയ്ക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആ സസ്പെൻസ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്ത് കളയണ്ടേ? വേണ്ടേ? അപ്പൊ ക്രെഡിറ്റിലുള്ള സസ്പെൻസ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ ഡെബിറ്റ് ചെയ്താൽ മതി. ഇനി ആക്ച്വലി അവിടെ ആരാണ് വരേണ്ടത്? മിസ്റ്റർ എക്സ് ആണ് വരേണ്ടത്. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന പേഴ്സൺ ആണ്, എന്തായാലും നോമിനൽ അക്കൗണ്ട് അല്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്? രണ്ടാമത്തെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? സസ്പെൻസ് അക്കൗണ്ട് ക്യാൻസൽ ആയി പോകണം. അപ്പൊ സസ്പെൻസ് നമ്മൾ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ക്യാൻസൽ ആവാൻ ഡെബിറ്റ് ചെയ്താൽ മതി. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ₹3,000. ഞാൻ 3K എന്ന് എഴുതുവാട്ടോ. 2 എന്താണ്? മിസ്റ്റർ എക്സ്. എത്ര വരും? 3,000 വരും. ക്ലിയർ ആണല്ലോ? ഐഡിയ കത്തിയില്ലേ? ഞാൻ അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോയാലോ? അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വേജസ് ഓഫ് 5,000 പെയ്ഡ് ഫോർ ഇറക്ഷൻ ഓഫ് മിഷനറി വെർ ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് ആക്ച്വലി എന്താണ്? ഒരു മിഷനറി ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത കോസ്റ്റ് ആണ് ഈ പറഞ്ഞ 5,000 രൂപ വേജസ് ആയിട്ടുള്ളത്. അത് ആക്ച്വലി കോസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം എന്തിന്റെ തന്നെ കോസ്റ്റ് ആണ്? മിഷനറിയുടെ തന്നെ കോസ്റ്റ് ആണ്. ഒരു അസറ്റ് മേടിച്ചത് പുട്ടിൻ ടു യൂസ് ആക്കുന്നതിനുള്ള എല്ലാ കോസ്റ്റും ആ അസറ്റിന്റെ തന്നെ കോസ്റ്റ് അല്ലേ? അതിലെ കോസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നേ. അപ്പൊ അത് പ്രകാരം എന്താണ്? ഈ മിഷനറിയുടെ കോസ്റ്റ് ആണ് 5,000 രൂപ. അത് നമ്മൾ വേജസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ആക്ച്വലി മിഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു എന്തെന്നായിരുന്നു വരേണ്ടിയിരുന്നത്? ക്യാഷ് എന്നുള്ള രീതിയിലായിരുന്നു വരേണ്ടത് 5,000 രൂപ. അതെന്തെന്ന് എഴുതി വെച്ചു? വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത്? ക്യാഷ് എന്ന് എഴുതി വെച്ചു. വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്ന് എഴുതി വെച്ചു. ക്യാഷ് കറക്റ്റ് ആയിട്ട് ഇവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള മെഷീനറി വരണം, വേജസ് ക്യാൻസൽ ആയി പോകണം. അപ്പൊ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു വേജസ് അക്കൗണ്ട് എന്നാണ്. പക്ഷെ വേജസ് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെ റെഫർ ചെയ്യാൻ ഏത് അക്കൗണ്ട് ഉപയോഗിക്കും? നമ്മള് പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉപയോഗിക്കും. അതായത് റെക്ടിഫിക്കേഷൻ എൻട്രി വരുന്നത് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു പി ആൻഡ്
അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നായിരിക്കും. എമൗണ്ട് എത്രയാണ്? 5000 രൂപ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ മൂന്നാമത്തെ നമ്മൾ കഴിഞ്ഞു. അടുത്ത് നോക്കിക്കോ. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ ആർ ഫോർ 20,000 ഒമിറ്റഡ് ടു ബി റെക്കോർഡ്. ജസ്റ്റ് റെക്കോർഡ് ചെയ്തില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മിസ്റ്റർ ആർ റെക്കോർഡ് ചെയ്തിട്ടില്ല. പർച്ചേസ് എന്ന് പറയുന്ന നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നു. അപ്പൊ നാലാമത്തെ എങ്ങനെ വരും? പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എന്താണ്? ടു മിസ്റ്റർ ആർ. മിസ്റ്റർ ആർ എത്ര രൂപ? 20,000 രൂപ. 20,000 രൂപ. ഓക്കെ ആണല്ലോ? നാലാമത്തെ നമ്മൾ കഴിഞ്ഞത് സിമ്പിൾ അല്ലായിരുന്നോ? 5 നോക്കിക്കേ. ക്യാഷ് പേയ്മെന്റ് ഓഫ് 5000 ടു മിസ്റ്റർ സി വാസ് പോസ്റ്റ് ടു ദി ക്രെഡിറ്റ് ഓഫീസ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മാറ്റിട്ട് ഇവിടെ എഴുതാം. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ക്യാഷ് പേയ്മെന്റ് ആയിട്ട് ആർക്ക് കൊടുത്തിട്ടുണ്ട്? മിസ്റ്റർ സിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നോർമലി നമ്മൾ എഴുതുകയാണെങ്കിൽ മിസ്റ്റർ സി അക്കൗണ്ട് ഡെബിറ്റഡ്, മിസ്റ്റർ സി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നായിരുന്നു ജേണൽ എൻട്രി വരേണ്ടിയിരുന്നത്. ഓക്കെ അല്ലേ? അത് പോസ്റ്റ് ചെയ്ത സമയത്ത്, അതായത് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പുള്ളിയിൽ എന്ത് ചെയ്തു വെച്ചു? മിസ്റ്റർ സീനെ ക്രെഡിറ്റ് ചെയ്തു വെച്ചു. അപ്പൊ ആക്ച്വലി ഓൾറെഡി നമ്മൾ ജേണൽ എഴുതിയപ്പോ കറക്റ്റ് ആയിട്ട് എഴുതിയെങ്കിൽ കൂടി പോസ്റ്റ് ചെയ്തപ്പോ മിസ്റ്റർ സിക്ക് ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ക്യാഷും മിസ്റ്റർ സിയും ഇപ്പൊ എന്താണ്? ക്രെഡിറ്റ് ബാലൻസിലാണ് ഉള്ളത്. അപ്പൊ 5000 രൂപ വെച്ച് എന്തുണ്ട്? ക്യാഷിന് ഒരു ക്രെഡിറ്റ് ഉണ്ട്, ഈ മിസ്റ്റർ സിക്ക് ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഡെബിറ്റിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റിൽ ഒരു 10,000 രൂപ കിടപ്പുണ്ട്, ഡെബിറ്റിൽ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുമില്ല. അപ്പൊ അവിടെ നമ്മൾ താൽക്കാലികമായിട്ട് കറക്റ്റ് ചെയ്യാൻ എന്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും? സസ്പെൻസ് അക്കൗണ്ട് 10,000 രൂപയ്ക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ക്യാൻസൽ ചെയ്ത് കളയണ്ടേ? അപ്പൊ ഡെബിറ്റ് സൈഡിലുള്ള സസ്പെൻസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയണം. ഇനി ആക്ച്വലി മിസ്റ്റർ സി അല്ലേ വരേണ്ടത് ഡെബിറ്റ് സൈഡില്? അപ്പോ 5000 രൂപയ്ക്ക് വന്നാൽ മതിയോ? ഇനി ഒരു 5000 രൂപയ്ക്ക് മിസ്റ്റർ സി നമ്മൾ ഡെബിറ്റ് ചെയ്താൽ ഈ പറയുന്ന ക്രെഡിറ്റിൽ കിടക്കുന്നത് ക്യാൻസൽ ആയി 0 ആയി പോകുകയേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ ഓൾറെഡി നമ്മൾ ക്രെഡിറ്റിൽ മിസ്റ്റർ സിക്ക് 5000 രൂപ എഴുതി വെക്കുന്നത് കൊണ്ട് ഡെബിറ്റിൽ ഇനി ഒരു 5000 മാത്രമേ എഴുതുന്നുള്ളെങ്കിൽ അത് 0 ആയി പോകുള്ളൂ. ഡെബിറ്റിൽ ഒരു കറസ്പോണ്ടിങ് ക്രെഡിറ്റ് വന്നിട്ട് എന്താവും? 0 ആയി പോകും. അപ്പൊ എന്താണ്? നമ്മൾ 10,000 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്താലാണ് ഈ പറയുന്ന 5000 രൂപ ഡെബിറ്റ് ബാലൻസ് മിസ്റ്റർ സിക്ക് വരികയുള്ളൂ. അപ്പൊ നമ്മളുടെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാണ് പിള്ളേരെ വരുന്നത്? നമുക്ക് വരുന്നത് മിസ്റ്റർ സി അക്കൗണ്ട് ഡെബിറ്റഡ് എത്ര രൂപയ്ക്ക്? 10,000 രൂപയ്ക്ക് ടു സസ്പെൻസ് അക്കൗണ്ട് 10,000. ഐഡിയ ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഇതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി വരുന്നത്. അടുത്ത നോക്കാം. പർച്ചേസ് ഓഫ് റുപ്പീസ് എന്താണ്? 15,390 വാസ് റോങ്ലി പോസ്റ്റഡ് ആസ് 15,930 അല്ലേ? അപ്പൊ 390 എന്നുള്ളത് 930 എഴുതി വെച്ചു. അപ്പൊ എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട്? ഒന്ന് നോക്കിക്കേ. ടോട്ടലി എത്ര രൂപയുടെ ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത്? നമുക്ക് ഈ പറയുന്ന 15,930 15,390 കുറച്ച് നോക്കാം. അപ്പൊ 540 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ശരിയല്ലേ? അപ്പൊ ഇത് കൂട്ടിയാണ് കുറച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്? കൂട്ടി എഴുതി വെച്ചു. ശരിയല്ലേ? അപ്പൊ പർച്ചേസ് അക്കൗണ്ടിൽ 540 രൂപ കൂട്ടി എഴുതി വെച്ചു. ട്രയൽ ബാലൻസ് നോക്കുമ്പോ നമ്മൾ പർച്ചേസ് എഴുതുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ശരിയല്ലേ? അപ്പൊ ഡെബിറ്റ് സൈഡിൽ എത്ര എമൗണ്ട് കൂടുതലാണ്? 540. അപ്പൊ ക്രെഡിറ്റ് സൈഡ് എന്താണ്? താൽക്കാലികമായി ഓക്കെ ആവാൻ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ? ക്രെഡിറ്റ് സൈഡില്. ശരിയല്ല? അത് ക്യാൻസൽ ചെയ്ത് കളയണ്ടേ? വേണ്ടേ? അപ്പൊ ക്യാൻസൽ ചെയ്ത് കളയാൻ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് എത്ര വരും? 540. ഇനി എന്താണ് ക്യാൻസൽ ആയി പോകേണ്ടത്? പർച്ചേസ് ആണ് ക്യാൻസൽ ആവേണ്ടത്. അത് നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് ഏത് അക്കൗണ്ട് വഴി നമ്മൾ നോക്കും? ഈ ആണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വഴി നമ്മൾ അതിനെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയും. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത് നമുക്ക് നോക്കാം. ഗുഡ്സ് വർത്ത് എന്താണ്? 16,000 were sent on sale or return basis to a customer and entered in the sales book. At the close of the year, the customer still had the option to return the goods. Gross profit margin 25% on sales. ഇത് ടെക്സ്റ്റിലെ ഡയറക്റ്റ് എടുത്തിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്? സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം. 7ാമത്തെ ചോദ്യം. ആദ്യം നമ്മൾ എന്താണ്? ഈ സെയിൽസിന്റെ 25% നമ്മൾ പ്രോഫിറ്റ് എലമെന്റ് ചാർജ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? പ്രോഫിറ്റിന്റെ എലമെന്റ് നമ്മൾ പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ, അതായത് ഈ 16,000 കൊടുത്തിരിക്കുന്ന സെയിൽ വാല്യൂവിന്റെ 25% എത്ര വരും? ഡെബിറ്റഡ് 4,000 രൂപ വരും. ശരിയല്ലേ? ഈ കോസ്റ്റ് എലമെന്റ് നമ്മൾ ഇൻവെന്ററിയുടെ അക്കൗണ്ടിനകത്തേക്ക് വിടും. ഇൻവെന്ററി അക്കൗണ്ട് ഡെബിറ്റഡ്
എത്ര രൂപയാണ്? അപ്പൊ 12,000. അതായത് 16,000ന്റെ 25% കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ടു കസ്റ്റമേഴ്സ് അക്കൗണ്ട് 16,000. ഈ രീതിക്കാണ് ഇതിന്റെ റെക്ടിഫിക്കേഷൻ വേണ്ടി ഡയറക്ട്ലി ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ അത്യാവശ്യം ടെക്സ്റ്റ് നോക്കിയിട്ടുള്ളവർക്ക് ഡയറക്റ്റ് എഴുതാനുള്ളതുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയാലോ. അടുത്തത് എ റിട്ടേൺ ടു എ ക്രെഡിറ്റർ ₹550 വാസ് എൻറ്റേർഡ് ഇൻ റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. അതായത് നമ്മൾ ക്രെഡിറ്റർക്ക് അങ്ങോട്ട് എടുത്ത റിട്ടേൺ ആണ്, അതായത് പർച്ചേസ് റിട്ടേൺ ആണ്. ശരിയല്ലേ? അപ്പൊ ആക്ച്വലി എങ്ങനെ ജേർണൽ എൻട്രി വരേണ്ടത്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് റിട്ടേൺ ആണ് വരേണ്ടത് അല്ലെ? എന്റെ റിട്ടേൺ ഇൻവേർഡ് ബുക്കിൽ എഴുതി. ഇൻവേർഡ് റിട്ടേൺ വരുന്ന സെയിൽസ് റിട്ടേൺ ബുക്കിനകത്ത് നമ്മൾ എഴുതി വെച്ചു. അപ്പൊ ഹൗ അവർ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് അതിന്റെ അർത്ഥം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അതിനൊരു സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തു, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തു. അതല്ലേ അർത്ഥം? അതായത് 550 റുപ്പീസിന് ഈ പറയുന്ന ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനും സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്തു. 1,100 രൂപയ്ക്ക് എന്ത് ഉണ്ട് അവിടെ? ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് ഉണ്ട്. ക്രെഡിറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ട്രയൽ ബാലൻസ് താൽക്കാലികമായിട്ട് ടാലി ആവാൻ നമ്മൾ എന്തുണ്ട്? സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന 1,100 രൂപയ്ക്ക്. ശരിയല്ലേ? അപ്പൊ ഈ പറയുന്ന സസ്പെൻസ് ക്യാൻസൽ ആവണ്ടേ? സസ്പെൻസിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ്. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് 1,100. ശരിയല്ലേ? ഇനി എന്തൊക്കെ ക്യാൻസൽ ആയി പോകണം? ഈ പറഞ്ഞ സെയിൽസ് റിട്ടേണും ക്യാൻസൽ ആവണം, പർച്ചേസ് റിട്ടേൺ വരികയും വേണം. രണ്ടും നോമിനൽ അക്കൗണ്ട് അല്ലേ? രണ്ടിനെ റെഫർ ചെയ്ത് എന്തിനകത്ത് എഴുതി വെച്ചാൽ മതി? ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന് കൊടുത്താൽ മതി. ശരിയല്ലേ? 1,100 രൂപ. ക്ലിയർ ആണല്ലോ? ലാസ്റ്റിനകത്ത് പറയുന്നുണ്ട് മിസ്റ്റർ എ ചാർജസ് ഡിപ്രീസിയേഷൻ 10% ഓൺ മെഷീനറി. ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്തില്ലല്ലോ. അപ്പൊ എങ്ങനെ വരും പറയുന്ന എൻട്രി എന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് മെഷീനറി അക്കൗണ്ട് അല്ലെ? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വെച്ച് റെഫർ ചെയ്യും? പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ന് വരും? മെഷീനറി അക്കൗണ്ട് എന്ന് വരും. എത്ര രൂപ? മെഷീനറിക്ക് നമ്മളിവിടെ എത്രയായിരുന്നു പറഞ്ഞിരുന്നത്? 5,000 രൂപയല്ലേ? അപ്പൊ അതിന്റെ 10% എന്ന് പറയുമ്പോൾ 500 രൂപ. ഇങ്ങനെയാണ് നമ്മുടെ റെക്ടിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോ എന്താണ് അടുത്ത ചോദ്യമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പൊ ഓക്കെ, താങ്ക് യു.